ഇവിടെ ഹീറോയും വേറെ കുറച്ചു പേരും കൂടെ സേഫ് ആയിട്ടൊരു വീട്ടിലിരിക്കുവാണ്. അവിടെ വെച്ച് ഇവർ ഈ സോംബിനെയൊക്കെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ അവർ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്കും സോംബികൾ വരുവാണ്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ആ ഇൻസ്പെക്ടറിന് കടിയേൽക്കുന്നു. അപ്പോഴാണ് ഈ ഇൻസ്പെക്ടർ ഒരു കാര്യം പറയുന്നത്. സത്യത്തിൽ ഈ സോംബികൾ ഇങ്ങനെ വരാൻ കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനി ഒരു മരുന്ന് കുറെ മനുഷ്യരുടെ ദേഹത്ത് പരീക്ഷിച്ചു. പക്ഷെ അത് ഫെയിലായി, അവരൊക്കെ സോംബികളായി മാറി. അതുകൊണ്ട് തന്നെ ആ കമ്പനി ഗവൺമെന്റ് അറിയാതെ അവരെയൊക്കെ ഒരു ഷിപ്പിലാക്കിയിട്ട് കടലിന്റെ അടിയിൽ മുക്കുകയായിരുന്നു. പക്ഷെ ഈ അടുത്ത കടലിലുണ്ടായ ഒരു ഭൂമികുലുക്കം കാരണം ആ ഷിപ്പിന്റെ പല ഭാഗങ്ങളും തകർന്ന് ഈ സോംബികളൊക്കെ പുറത്തു വന്നതാണ്. അന്ന് ആ കപ്പൽ മുക്കാൻ ഈ ഇൻസ്പെക്ടറും കൂട്ടുനിന്നിരുന്നു. അതുകൊണ്ട് തനിക്ക് കിട്ടിയ ശിക്ഷയാണിതെന്ന് പറഞ്ഞിട്ട് അവരോട് രക്ഷപ്പെടാൻ പറയുവാണ്. അതിനുശേഷം ഇവർ കരയിലുള്ള സോംബികളെ കൊല്ലുന്നതിനായി സൗണ്ടിൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ട് സോംബികളെ ആകർഷിപ്പിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കും. ശേഷം ഒരു വലിയ ജനറേറ്റർ യൂസ് ചെയ്ത് ആ വെള്ളത്തിലേക്ക് പവർ സപ്ലൈ കൊടുത്ത് അവരെയൊക്കെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലും. വേറൊരു വശത്ത് ആ കപ്പൽ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരാൾ കടലിന്റെ അടിയിൽ പോയി അത് ബോംബ് വെച്ച് തകർക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ അയാളും മരിച്ചു പോകുന്നുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ രക്ഷപ്പെടുവാണ്.